ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ കൽക്കി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാഗാശ്വന്റെ സംവിധാനത്തിൽ വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ കൽക്കി ആ സിനിമയുടെ 9ാം ദിവസത്തിലേക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. പതിവ് പോലുള്ള കേരള ട്രാക്കിംഗ് റിപ്പോർട്ട്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഇന്നും കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഇതേ സമയം 61 ലക്ഷത്തിന് മുകളിലായിരുന്നു കൽക്കിയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച അത് 45 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് 1 കോടി കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ കഴിഞ്ഞ 9 ദിവസങ്ങൾക്കിടയിലെ ഏറ്റവും കുറവ് കേരള കളക്ഷൻ നേടിയെടുക്കുന്ന കേരളത്തിലെ ദിവസമായിട്ട് ഇന്ന് കൽക്കിക്ക് മാറുകയാണ്. ഇന്നത്തോടെ 19 കോടി 70 ലക്ഷത്തിന് മുകളിലേക്ക് കൽക്കിയുടെ കേരള ഗ്രോസും എത്തുന്നതാണ്. അങ്ങനെ നാളെയോടെ ദുൽഖർ നിർമ്മിച്ച സിനിമ കേരളത്തിൽ 20 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ശനി ഞായർ കളക്ഷനായിട്ട് ഇനി മികച്ച കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ 25 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്താൽ കേരളത്തിൽ സിനിമയുടെ ഷെയർ കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടും. അതിലേക്കും സിനിമ ഉടനെ എത്തും, കാത്തിരിക്കൂ. അതിന്റെ റിപ്പോർട്ടുകൾ കേട്ടാം. കേരളത്തിൽ 20 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ പിന്നിടാനായിട്ടാണ് കൽക്കി ഒരുങ്ങുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ 30 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷനാണ് ഇന്നത്തോടെ സിനിമ പിന്നിടാനായിട്ട് ഒരുങ്ങുന്നത്. 600-650 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അങ്ങനെ ഇന്നത്തോടെ 700 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ട്രാക്കേഴ്സ് ഫിഗേഴ്സ് പ്രകാരമുള്ള കളക്ഷനാണത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അതേസമയം ഒഫീഷ്യൽ നമ്പേഴ്സ് പ്രകാരമുള്ള കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തോടെ 800 കോടി രൂപയ്ക്ക് മുകളിലേക്കും സിനിമയുടെ ഗ്ലോബൽ കളക്ഷൻ എത്തേണ്ടതാണ്. അടുത്തൊരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നതല്ലെങ്കിൽ നാളെയോടെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശനി ഞായർ കളക്ഷനിലെ വീണ്ടും മികച്ചൊരു വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന കൽക്കിയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.